പ്രൈസ് ദി ലോർഡ്. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ രാത്രിയിലും പതിവ് പോലെ നമ്മളിപ്പോൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമായി തീരുവാൻ, അതെ, ആഗ്രഹവും കൊതിയും പ്രാർത്ഥനയും അതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമായി നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ സമയം മാറണം. ഒരു ജഡീക മനുഷ്യനായല്ല, ഒരു ആത്മീക മനുഷ്യനായി ക്രിസ്തുവിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം നിങ്ങളിലൂടെ ഉയരണം. കർത്താവിനെ അറിയാത്ത ഒത്തിരി പേർ നിങ്ങളുടെ ജീവിതം കണ്ട് കർത്താവിലേക്ക് തിരിയണം. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങണം. നിത്യത അവകാശമാക്കണം. സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഏറിയ പ്രതിഫലം നമ്മൾ പ്രാപിക്കണം. അതിനായി എത്ര പ്രാർത്ഥിക്കാനും എത്ര സമയം പ്രാർത്ഥനയ്ക്കായി നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുവാനും ഞങ്ങൾക്ക് മടിയില്ല. അവിധത്തിൽ സമയം വേർതിരിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തന്നൊരു ഉറപ്പ്. ആ ഉറപ്പ് മാത്രമല്ല, അതിനുള്ള തെളിവ്. ആ തെളിവും ഉറപ്പുമൊക്കെ കേട്ട് വിടുതൽ പ്രാപിച്ച ഒരു ഭക്തൻ്റെ സാക്ഷ്യം. അവിധത്തിൽ നിങ്ങൾ തെളിവും ഉറപ്പുമൊക്കെ കേട്ട് വിടുതൽ പ്രാപിക്കുവാനുള്ള പ്രാർത്ഥന. അപ്പോൾ റെഡിയാണോ? പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ദൈവം തരുന്ന ഉറപ്പ്, അതെ, നിങ്ങൾ അതിന്ന് പ്രാപിക്കും. അല്ല, നമ്മൾ അതിന്ന് പ്രാപിക്കും. വാക്യത്തിലേക്ക്, ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആവർത്തന പുസ്തകം 34 അധ്യായം 7 വാക്യം. മോശെ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവൻ്റെ കണ്ണ് മങ്ങാതെയും അവൻ്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ഉറപ്പ്, അതെ, ദൈവത്തിൽ നിന്നുള്ള ഉറപ്പ്. നിങ്ങൾക്ക് സ്വപ്നം കാണുവാൻ കഴിയാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ എൻ്റെ ദൈവം നിങ്ങൾക്ക് തിരികെ തരും. ഒരിക്കൽ കൂടി ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് സ്വപ്നം കാണുവാൻ, ചിന്തിക്കുവാൻ, എന്തിന് ഓർക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ ദൈവം തിരികെ തരും. ആമേൻ. നഷ്ടബോധം, പലതും നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചോർത്ത് വിലപിക്കുന്നവരാണ്, വേദന അനുഭവിക്കുന്നവരാണ്. അതേക്കുറിച്ച് ഓർക്കുമ്പോൾ ചങ്കിനകത്തൊരു കുത്തുകൊള്ളും, ഹൃദയത്തിലൊരു ഭാരം, ഒരു നീറ്റല, അല്ലേ? നഷ്ടപ്പെട്ടു പോയി, അയ്യോ, അത് നഷ്ടപ്പെട്ടു പോയി, അയ്യോ. ഞാനും എൻ്റെ സുഹൃത്തായ ഒരു ദേവദാസനും കൂടെ ഒരു ഭവനത്തിൽ അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നുപോയി. ആ ഭവനത്തിൽ കടന്നുപോയി തിരികെ വരുന്ന സമയം ഞങ്ങൾ വഴിവെക്കിലുള്ളൊരു ചായക്കടയിൽ നിന്ന്, തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. അവിടെ നിന്നപ്പോൾ ഒരു വാഹനം പോകുന്നത് കണ്ട് വളരെ വേദനയോടെ ആ ദേവദാസൻ എന്നോട് പറയുകയുണ്ടായി, ഇത് എൻ്റെ വാഹനമായിരുന്നു, ഈ വാഹനം ഞാൻ വിറ്റതാ. അത് കഴിഞ്ഞ് ഏകദേശം 1.5 മണിക്കൂർ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു. ആ സമയം അത്രയും തൻ്റെ ആ വാഹനത്തെക്കുറിച്ചാണ് ആ ദേവദാസൻ സംസാരിച്ചു കൊണ്ടേയിരുന്നത്. ആ വാഹനത്തിൽ തങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തത്, ശുശ്രൂഷയ്ക്കായി കടന്നുപോയത്, രാവിലെ മീറ്റിങ്ങിനായി പോയപ്പോഴുള്ള സന്തോഷമൊന്നും ആ ദേവദാസൻ്റെ വാക്കുകളിൽ ഇല്ലായിരുന്നു. ഒരു ദുഃഖം, ഒരു ഭാരം. ആമേൻ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, അയ്യോ, ദേവദാസന്മാർക്കൊക്കെ അങ്ങനെ ഭാരവും ദുഃഖവും ഒക്കെ ഉണ്ടാകുമെന്നേ. എല്ലാവരും മനുഷ്യരല്ലേ. നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും വേദനയാണ്, അല്ലേ? നിങ്ങൾക്കതറിയാം നല്ലതുപോലെ. പലതും നഷ്ടപ്പെട്ടു പോയ പലതും വല്ലാതെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. തിരികെ കിട്ടിയിരുന്നെങ്കിൽ, ആഗ്രഹമുണ്ട്, കൊതിയുണ്ട്, ആ നല്ല സമയം തിരികെ കിട്ടിയിരുന്നെങ്കിൽ, ആ നല്ല ജോലി തിരികെ കിട്ടിയിരുന്നെങ്കിൽ, ആ നല്ല കാലം ഒരിക്കൽ കൂടി വന്നിരുന്നുവെങ്കിൽ, അന്ന് ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ, എൻ്റെ ഭർത്താവ് എന്നെ കരുതുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ചേർത്ത് പിടിക്കുന്ന ആ സമയം തിരികെ വന്നിരുന്നുവെങ്കിൽ, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്ന ആ സമയം, അതേ സഹോദരി, നീ കരയുക, ആ നാളുകളെക്കുറിച്ച് ഓർത്ത് നീ വേദനിക്കുക. ആ നാളുകളെ തിരികെ തരുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം നിനക്ക് ആ നല്ല നാളുകളെ, നീയും നിൻ്റെ ഭർത്താവിന് നീ വിലയേറിയവളായിരിക്കുന്ന ആ നല്ല നാളുകളെ എൻ്റെ ദൈവം നിനക്ക് തിരികെ തരും. സഹോദര, നിൻ്റെ ഭാര്യയ്ക്ക് നീയാണ് ലോകം എന്ന് പറഞ്ഞ വിധത്തിലുള്ള നാളുകൾ ഇല്ലേ? നിന്റെ ഭാര്യ നീയാണ് ലോകം, നീയാണ് അവളുടെ സർവസ്വവും എന്ന് പറഞ്ഞ നാളുകൾ,
ആ നാളുകളെ എൻ്റെ ദൈവം നിനക്ക് തിരികെ തരുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ദൂതേറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ നല്ല സമയം, അതെ, ആ നല്ല ശുശ്രൂഷ, ആ സ്ഥാപനം, ആ അനുഗ്രഹങ്ങൾ, ആ വസ്തു, ആ വീട് നഷ്ടപ്പെട്ടു പോയത് അയ്യോ ഉണ്ടായിരുന്നെങ്കിൽ, ഒന്ന് തിരികെ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനിത് പറഞ്ഞ് നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ആഗ്രഹമൊക്കെ വരും. പക്ഷേ അതിനു വേണ്ടി അതെന്നാ തിരികെ പിടിക്കണം. ആ നഷ്ടപ്പെട്ടു പോയ നല്ല കാലം, നല്ല അനുഭവങ്ങൾ, നല്ല നന്മകൾ, നല്ല സന്തോഷം, ഇതൊക്കെ ഒന്ന് തിരികെ പിടിക്കണം എന്ന് പറഞ്ഞ് മുൻപോട്ടിറങ്ങുവാൻ താല്പര്യമുണ്ടോ? ഇല്ല. സത്യമത. നമുക്കൊരു നൊമ്പരമൊക്കെ വരും, സങ്കടമൊക്കെ വരും, ചിന്തിക്കും, അങ്ങ് വിട്ടുകളയും. കാരണം നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്. ആമേൻ. നിങ്ങൾക്കറിയാം. എനിക്ക് ബുദ്ധി അല്പം കുറവാണ് കേട്ടോ. നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് നിങ്ങൾക്കറിയാം അതൊന്നും കിട്ടത്തില്ല. നഷ്ടപ്പെട്ടു പോയ നല്ല ആരോഗ്യം എങ്ങനെയാണ് കിട്ടുന്നത്? നഷ്ടപ്പെട്ടു പോയ നല്ല സമയം എങ്ങനെയാണ് കിട്ടുന്നത്? അന്നത്തെ പ്രായമാണോ ഇന്നത്തെ? അല്ലേ? അതല്ലേ? ഇവരൊക്കെ അങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് പോകും. ആ പ്രായമൊക്കെ പോയി, ഇനി ആ സമയം പോയി. അന്നാണെങ്കിൽ സാധ്യത ഉണ്ടായിരുന്നു. അവിടെ നീ ആ രാജ്യത്ത് എത്തിയ സമയത്ത് നിനക്കവിടെ സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നിന്നെക്കാൾ കഴിവുള്ള, ശ്രേഷ്ഠരായ, സർട്ടിഫിക്കറ്റിൻ്റെ വലിപ്പമുള്ള, ഡിഗ്രിയുള്ള ഒത്തിരി പേര് അവിടെയുണ്ട്. അപ്പം നിനക്ക് സാധ്യതയില്ല. നിനക്ക് പരിചയമുള്ള, നിന്നെ ഇഷ്ടമുള്ള ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. അപ്പം നിനക്ക് സാധ്യതയില്ല. നിനക്കതറിയാം, ബുദ്ധിയുള്ളത് കൊണ്ടാണ്. അല്ലേ സഹോദരി? അന്നാണെങ്കിൽ നിനക്ക് സൗന്ദര്യമുള്ള ശരീരവും നല്ല ആരോഗ്യവും നല്ല അതെ, ഒരു പുരുഷൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സൗന്ദര്യം നിനക്കുണ്ടായിരുന്നു അന്നാണെങ്കിൽ. ഇന്നാണെങ്കിൽ ഒന്നുമില്ല. അയ്യോ, സങ്കടപ്പെട്ടിരിക്കുക. ആമേൻ. അല്ലേ സഹോദര? നിന്റെ ഭാര്യ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ഭർത്താവായിരിക്കുവാൻ നിനക്ക് അന്ന് കഴിഞ്ഞു. പക്ഷെ ഇന്ന് കഴിയുന്നില്ല. അതിന് പല പല കാരണങ്ങളുണ്ടാകാം. പഴയ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി, പഴയതുപോലെ ഇല്ലാത്തവനായി തീർന്നു, അന്നത്തെ പേര് പോയി, പെരുമ പോയി, ആ പൊസിഷൻ നഷ്ടപ്പെട്ടു പോയി, ഇനി ഇല്ല. അന്നൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുവാനുള്ള ആർജവമുണ്ടായിരുന്നു, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുവാനുള്ള ഉത്സാഹമുണ്ടായിരുന്നു, സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് അതില്ല. സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് ഉത്സാഹം പോയി, ആർജവം പോയി, അങ്ങനെ ഇരിക്കുക. സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് നിങ്ങളതൊക്കെ അങ്ങ് മനഃപൂർവ്വമായിട്ട് മറന്നു കളയും. എല്ലാ മനുഷ്യരുടെയും കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങളെ പിന്നെയും ഞാൻ വേദപുസ്തകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നോക്കൂ, ചിന്തയ്ക്കായി വായിച്ച വാക്യം. അവിടെ ഒരു മനുഷ്യൻ്റെ 120ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ മരിക്കുന്ന സമയത്തുള്ള അവസ്ഥ പറയുകയാണ്. അവൻ്റെ കണ്ണ് മങ്ങിയില്ല എന്ന് പറഞ്ഞാൽ 125 വയസ്സുള്ളപ്പോൾ കണ്ണാടി വയ്ക്കാതെ, തിമിരത്തിന് ശസ്ത്രക്രിയ ചെയ്യാതെ പുള്ളിക്ക് കാണാൻ പറ്റി. കണ്ണിൽ പ്രഷറില്ലായിരുന്നു, ഗ്ലൂക്കോമ ഇല്ലായിരുന്നു, വെള്ളെഴുത്തില്ലായിരുന്നു. കാഴ്ച സംബന്ധമായി ബുദ്ധിമുട്ടുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. കരം തലവിൽ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുക. യേശുവിൻ നാമത്തിൽ ആ കണ്ണിലെ പ്രഷർ കുറയുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഷഖറതരെ ഷന്ധാർഗന കാഴ്ച സംബന്ധമായ എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുപോ. പ്രായാധിക്യം മുഖാന്തരം കടന്നു വന്ന കാഴ്ച സംബന്ധമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ. നല്ല കാഴ്ച ഉണ്ടാകട്ടെ, തെളിഞ്ഞ കാഴ്ച ഉണ്ടാകട്ടെ. സ്തോത്രം. തെളിവ് ബൈബിൾ എടുത്ത് വെച്ച് വായിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിച്ച കൃപയ്ക്കായി. ആമേൻ, സ്തോത്രം. അപ്പോൾ കണ്ണിന് നല്ല കാഴ്ച ഉണ്ടായിരുന്നു. സ്തോത്രം. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ദൂരെ നിന്ന് ബസ് വരുമ്പോൾ തന്നെ ഞാൻ പറയും, ഇന്ന ബസ്സാണ്, ഇന്ന റൂട്ടിൽ പോകാനുള്ള ബസ്സാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ ചോദിക്കും, നിൻ്റെ കണ്ണിൻ്റെ കാഴ്ച. സ്തോത്രം. ഇന്ന് അതേ സ്ഥാനത്ത് പോയി നിന്ന എൻ്റെ അടുത്തെത്തുന്ന ബസ്സിൻ്റെ ബോർഡ് പോലും എനിക്ക് നേരെ വായിക്കാൻ പറ്റത്തില്ല. ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ കാഴ്ച കുറഞ്ഞു വരും. പക്ഷേ 120 പുള്ളിയുടെ കാഴ്ച കുറഞ്ഞില്ല, കണ്ണട കയറിയില്ല, തീർന്നില്ല. അടുത്ത് പറയുന്നു, അവൻ്റെ ദേഹം ബലം ക്ഷയിച്ചു പോയില്ല. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, മോശയുടെ ദേഹത്തിൻ്റെ ബലം ക്ഷയിച്ചു പോയില്ല എന്ന് വച്ചാൽ 120 വയസ്സിലും ആരോഗ്യവാനായിരുന്നു മോശെ. നടക്കുവാനും, എവിടെ നടക്കുവാൻ? മരുഭൂമിയിൽ നടക്കുവാനും, പർവ്വതത്തിൻ്റെ മുകളിൽ കയറുവാൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പർവ്വതത്തിൻ്റെ മുകളിൽ കയറുവാനും, ജനത്തോട് ആജ്ഞാപിക്കുവാനും, ജനത്തെ നേർവഴിക്ക് നടത്തുവാനും. സങ്കടപതാണ്. അയ്യോ, പ്രായമായതുകൊണ്ട് ആരും പറഞ്ഞാൽ കേൾക്കുന്നില്ല, മക്കൾ ആരും പറഞ്ഞാൽ കേൾക്കുന്നില്ല. അയ്യോ, സ്തോത്രം. അമ്മ, നിൻ്റെ പ്രായാധിക്യം നിന്നെ തളർത്തിയിരിക്കാം. പ്രായം എന്ന് പറഞ്ഞാൽ 120 ആയില്ല. പലരും സ്വയം അങ്ങ് ഒരു 50 ആകുമ്പോൾ സ്വയം അങ്ങ് തീരുമാനിക്കുക, എൻ്റെ പ്രായം കഴിഞ്ഞു. സ്തോത്രം. ഇല്ലെന്നേ, നീ ഇനിയും സംസാരിക്കും.
നിൻ്റെ വാക്ക് ശ്രദ്ധയോടെ നിൻ്റെ കുടുംബം കേൾക്കും, നിൻ്റെ തലമുറ കേൾക്കും. നിൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടാകും. വാക്കുകൾക്ക് വിലയില്ലാത്തതായി തീർന്നത് മുഖാന്തരം വേദന അനുഭവിക്കുന്ന ചിലരോടായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാകുവാൻ പോകുക. ആമേൻ, സ്തോത്രം. ക്ഷയിച്ചു പോയ നിങ്ങളുടെ ദേഹത്തെ ദൈവം ബലപ്പെടുത്തുവാൻ പോകുക. ആമേൻ. അപ്പോൾ 120 വയസ്സിലും മോശെ ചുറുചുറുക്കുള്ള, നല്ല കണ്ണിന് കാഴ്ചയുള്ള, കാര്യപ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു 120-ാമത്തെ വയസ്സിൽ. സ്തോത്രം. ആമേൻ. അപ്പോൾ ഈ ചുറുചുറുക്കും കാഴ്ചയും ബലവും കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ കാര്യപ്രാപ്തിയുമുള്ള ശരീരവും മോശയ്ക്ക് ദൈവം നൽകിയതാണ്. എപ്പോഴാണെന്നറിയാമോ? 80-ാമത്തെ വയസ്സിൽ. നിങ്ങൾ ശ്രദ്ധിക്കുക, 80-ാമത്തെ വയസ്സിൽ ദൈവം മോശയുടെ അടുക്കൽ കടന്നു വരുന്നു. അപ്പോൾ മോശയുടെ അടുക്കൽ വരുന്നത് എന്തിനാ? ദൈവത്തിന് ചില കാര്യങ്ങൾ മോശയിലൂടെ ചെയ്യുവാനുണ്ട്. മോശയ്ക്ക് നഷ്ടപ്പെട്ടു പോയ കുറച്ച് വർഷങ്ങളെ തിരികെ നൽകുവാനുമുണ്ട്. എത്ര വർഷം? 40 വർഷം. 40 വർഷത്തെ മോശയ്ക്ക് തിരികെ നൽകണം. അതിനുവേണ്ടി ദൈവം എപ്പോഴാണ് വരുന്നത്? 80-ാമത്തെ വയസ്സിൽ. ആരുടെ? മോശയുടെ 80-ാമത്തെ വയസ്സിൽ. അപ്പോൾ തന്നെ നമ്മൾ പറയുമല്ലോ, ദൈവമേ നീ ലേറ്റായിപ്പോയി, നീ ലേറ്റായിപ്പോയി, 80ആയി. ആമേൻ, സ്തോത്രം. 80ആയി. അപ്പോൾ അങ്ങെത്തിയത് ആരും ഇല്ല, അങ്ങെത്തിയ ആരും എന്നെ കേൾക്കുന്നില്ല. ആമേൻ. അപ്പം നമ്മളൊക്കെ നേരത്തെ നിൽക്കുക. കർത്താവ് നമ്മുടെ അടുത്ത് നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷേ മോശയുടെ അടുത്ത് അല്പം ലേറ്റായ വന്നത്. 80ആയി. 80. ആ 80ൻ്റെ പ്രത്യേകത എന്തെന്നും മോശ പറയുന്നുണ്ട്. 90-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ 70 80 അത്രയേ ഉള്ളൂ. ഏറെയായാൽ ആദ്യം പ്രതാപം പോവും, പിന്നെ കഷ്ടവും നഷ്ടവും എന്ന് പറഞ്ഞാൽ 80 മരിക്കുവാൻ തക്ക സമയമെന്ന് ആരാ പറയുന്നത്? മോശയാ പറയുന്നത്. 80 വയസ്സാണ് മരിക്കുവാൻ പറ്റിയ സമയം. അതിനുശേഷം കഷ്ടതയാണ്. പിന്നെയുള്ള കഷ്ടത എന്താ? കാഴ്ചയില്ല, എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവർക്ക് ഭാരമായി, മറ്റുള്ളവർക്ക് കഷ്ടതയായി, സ്വയം സങ്കടം പുറത്തു പറയാൻ പറ്റാതെ വേദന അനുഭവിച്ച്. അയ്യോ, എന്നെ കേൾക്കുന്ന പലരും, പല മക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നല്ല പ്രായമുള്ള മാതാപിതാക്കൾ, പ്രിയരെ, പലർക്കും സങ്കടമാണ്, എല്ലാവർക്കും സങ്കടമാണ്. മാതാപിതാക്കളെ പിരിഞ്ഞിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ, മരണപ്പെട്ടു പോകുന്ന മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഒരു നല്ല പ്രായമായി കിടക്കയിലായിപ്പോയി, അവർ മരണപ്പെട്ടു പോയി. നിങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറഞ്ഞ് നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കും. ഒന്ന് നമുക്കൊരു പ്രത്യാശയുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരെ കാണുവാൻ കഴിയും. അപ്പോൾ പലർക്കും ദേഷ്യം വന്നു കാണും ഞാൻ സന്തോഷിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ. എന്തിനാ സന്തോഷിക്കേണ്ടതെന്ന് അറിയാമോ? ഒരു പ്രായം കഴിഞ്ഞാൽ ഇവർ അനുഭവിക്കുന്ന വേദന, രോഗികളായി തീർന്നാൽ ഇവർ പുറത്തു പറയത്തില്ല. ആമേൻ. അവരുടെ ഉള്ളിലായിരിക്കും ഈ വേദന. കാരണം നമ്മളോട് പുറത്തു പറഞ്ഞ്, ഇപ്പോൾ എനിക്ക് എൻ്റെ പപ്പയ്ക്ക് 80 വയസ്സായെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു 75 വയസ്സായി, കിടക്കയിലായി പോകുന്ന ഒരു രോഗം, ഒത്തിരി വേദനകൾ താൻ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ഒത്തിരി വേദനകൾ തീർച്ചയായിട്ടും അനുഭവിക്കാം. ശരീരം പൊട്ടും, എണീറ്റ് നടക്കുവാൻ കഴിയാത്ത അസ്വസ്ഥത, ശരീരത്തിനകത്തുള്ള പലവിധമായ രോഗങ്ങൾ, അതിൻ്റെ വേദന, ഇങ്ങനെ പല പല വേദനകൾ സഹിക്കുന്നു. ഇങ്ങനെ പല പല വേദനകൾ അനുഭവിക്കും. പക്ഷേ ഇത് പറയത്തില്ല പുറത്ത്. എന്തെന്നറിയാമോ? എനിക്ക് സങ്കടം വരും, അല്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാകും. എപ്പോഴും ഞാൻ എൻ്റെ പപ്പയും കൊണ്ട് നടന്നാൽ എൻ്റെ മക്കളുടെ കാര്യം ആര് നോക്കും? എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ആര് നോക്കും? അപ്പോൾ അവർ വേദന സ്വയം സഹിച്ച്, ടെൻഷനും നിരാശയുമെല്ലാം സഹിച്ചു കിടക്കുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ് അവരനുഭവിക്കുന്ന വേദന. ആ വേദനയിൽ നിന്നൊരു ആശ്വാസമാണ് ദൈവം അവർക്ക് നൽകുന്നത്. ആരോ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഓർത്ത് വേദനയോടെ ആയിരിക്കുന്നവരുണ്ട്. അവർക്ക് ദൈവം നൽകിയ ആശ്വാസമാണ്. അവർ നിത്യതയിൽ വിശ്രമിക്കുന്നുണ്ട്. ആബ്രഹാം പിതാവിൻ്റെ മടിത്തട്ടിൽ നിങ്ങൾ ഒരു ദിവസം അവരെ സന്തോഷത്തോടെ കാണും. ഇപ്പോൾ അവർക്ക് ആരോഗ്യമുള്ള ശരീരമുണ്ട്. നിങ്ങളുടെ അടുക്കലായിരുന്നപ്പോൾ വ്രണങ്ങൾ പഴുത്തൊലിക്കുന്ന, അവയവങ്ങൾ കേടുപറ്റിയ, മറ്റുള്ളവർക്ക് പരിഹസിക്കുവാൻ തോന്നുന്ന, അറപ്പും വിറപ്പും ഉളവാകുന്ന ആ ശരീരത്തിന് ഉടമകളല്ല നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ മാതാവ്. അവർ ആരോഗ്യമുള്ള, പുഷ്ടിയുള്ള, സന്തോഷിക്കുവാൻ, നിങ്ങളുടെ സന്തോഷം കാണുവാൻ കഴിയുന്ന കാഴ്ചയും ശരീരവും ഉള്ളവരാണ്. നിങ്ങൾ സന്തോഷത്തോടെ ഇരുന്നാൽ അവർ സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷമാണ് അവർ ഏറ്റവും വലിയതായി കണ്ടത്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഓർത്ത് വേദനിച്ച് ഇവിടെ നിങ്ങളും സ്വർഗത്തിൽ അവരെയും, ഇവിടെ നിങ്ങളുടെ ജീവിതവും നിങ്ങൾ നരകതുല്യമാക്കരുത്. സ്വർഗത്തിൽ അവരെയും നിങ്ങൾ വേദനിപ്പിക്കരുത്. ആമേൻ. വന്നേ, തിരികെ വരാം. ഇവിടെ 80 വയസ്സാണ് മരിക്കാൻ പറ്റിയ സമയം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ജീവിച്ചാൽ കഷ്ടമാണെന്ന് മോശ പറയുന്നു. ആ സമയത്ത് 80-ാമത്തെ വയസ്സിൽ ദൈവം മോശയുടെ അടുക്കൽ വരികയാണ്. മോശയോട് ദൈവത്തിന് പറയുവാനുള്ളത് ഇതാണ്: മോശെ, നിൻ്റെ ഒരു 40 വർഷം നഷ്ടപ്പെട്ടു പോയി.
നീ കൊട്ടാരത്തിൽ സകലവിധ സൗഭാഗ്യങ്ങളോടും കൂടെ ജീവിച്ചു. നിന്റെ ജനത്തിനുമേലുള്ള എൻ്റെ വാഗ്ദത്തം നിറവേറ്റുവാൻ വേണ്ടി ഞാൻ കണ്ടിരുന്ന നീ 40-ാമത്തെ വയസ്സിൽ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചു. എൻ്റെ വാക്ക് കേട്ട്, അല്ലെങ്കിൽ എൻ്റെ വാഗ്ദത്തം ജനത്തിനുമേലുള്ളത് നിവർത്തിച്ചു കൊടുക്കുവാൻ നീ ഇറങ്ങിയത് കൊണ്ട് നിൻ്റെ 40 വർഷം നഷ്ടമായിപ്പോയി. സ്തോത്രം. അതുകൊണ്ടാണ് നഷ്ടമായി പോയത്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. മോശ ഒരു വീണ്ടെടുപ്പുകാരനായി മാറുകയാണ്. തൻ്റെ ജനത്തിൽ ഒരുവനെ, തൻ്റെ സ്വജനത്തിൽ ഒരുവനെ ഒരു മിസ്രയീമ്യൻ മർദ്ദിക്കുന്നത് കണ്ടിട്ട് ഈ ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി ആ മിസ്രയീമ്യനെ കൊന്നു. ജനം തന്നെ എതിരായി 40 വർഷം നഷ്ടപ്പെട്ടു. അല്ലേ? നമ്മൾ പലപ്പോഴും പലതിനും വേണ്ടി ചാടി ഇറങ്ങിയിട്ടാണ് നല്ല സമയമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, ആ നഷ്ടം എന്നേക്കുമുള്ളതല്ല. അത് തിരികെ തരുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. നീ ദൈവസേനയിൽ വിശ്വസ്തയോടെ ആയിരുന്നു നിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയാലും അതിനൊക്കെ തിരികെ തരുന്ന ഒരു ദൈവമുണ്ട്. ആ നഷ്ടപ്പെട്ടു പോയതിനെ, ആ നഷ്ടപ്പെട്ട പൊസിഷനെ, നിങ്ങൾ നല്ലത് ചെയ്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ നന്മകളെ ദൈവം തിരികെ തരും. അതേ സഹോദര സഹോദരി, നീ നല്ലത് ചെയ്ത് നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ നന്മകളെ തിരികെ തരുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ 40 വർഷം നഷ്ടപ്പെട്ടു പോയി. മോശയുടെ അടുക്കൽ ദൈവം വരികയാണ്. മോശേ, നിനക്ക് ഞാൻ നഷ്ടപ്പെട്ടു പോയ 40 വർഷത്തെ തിരികെ തരുവാൻ പോകുന്നു. അപ്പോൾ ഒരു തെളിവ് വേണമല്ലോ. തെളിവെന്താ? അത് തന്നെ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ മോശ ഒരു കാഴ്ച കാണുകയാണ്. 80-ാമത്തെ വയസ്സിൽ ഒരു മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നുണ്ട്, പക്ഷേ ബന്ധു പോകുന്നില്ല. തെളിവ്. മോശയോട് ദൈവം പറയുക, മോശേ, മരുഭൂമിയിൽ അലഞ്ഞ ഈ മുൾപ്പടർപ്പ് നീയാണ്, പക്ഷേ മരുഭൂമിയിൽ പെയ്ത തീയിൽ നീ വെന്തു പോയിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ നഷ്ടപ്പെട്ടതാണ്. ഇനി അതെനിക്ക് തിരികെ കിട്ടത്തില്ല. ഇനി ആ നല്ല സമയം, നല്ല കാലം, നല്ല ആരോഗ്യം, നന്മകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് ചിന്തിച്ചു ഭാരത്തോടെ ആയിരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, ആ മരുഭൂമിയിലെ മുൾപ്പടർപ്പ് നിങ്ങളാണ്. എന്നിട്ടും നിങ്ങൾ വെന്തുപോയില്ല. നിങ്ങൾ മുൾപ്പടർപ്പായിരുന്നു, എന്നിട്ടും വെന്തുപോയില്ല. ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരുതൽ, അവൻ്റെ കരങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടേ ഇരുന്നു. മോശേ, നീ ഇതുവരെയും ഈ മരുഭൂമിയിൽ പട്ടുപോയില്ല എങ്കിൽ, നീ ഇതുവരെയും ഈ മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയില്ല എങ്കിൽ, നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് നീ കരുതുന്ന ആ നല്ല കാലത്തെ എനിക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായി തിരികെ തരുവാൻ കഴിയും. അതേ, നഷ്ടപ്പെട്ട പലതും ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും വിലയേറിയതായിരുന്നു. നഷ്ടപ്പെട്ടത് എന്തു തന്നെ ആയിരുന്നാലും അതില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നതാണ്, ഉറപ്പിച്ചിരുന്നതാണ്. അന്നു മുതൽ, നഷ്ടപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ നിങ്ങൾ നിലനിന്നു എങ്കിൽ, മരുഭൂമിയുടെ അവസ്ഥയിൽ, തീ പിടിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ നിലനിന്നു എങ്കിൽ, എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യുവാനുണ്ട്. നഷ്ടങ്ങളെ നികത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നിങ്ങൾ അനുഭവിക്കുവാൻ പോകുക. ഓ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ആ ഭാഗത്തെ സംഭാഷണം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മോശ പറയുക, അയ്യോ കർത്താവേ, നീ വേറൊരാളെ തിരഞ്ഞെടുക്കുക, ഞാൻ ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊള്ളാം, എൻ്റെ സമയമായി 70-80, ഞാനിതാ മാക്സിമത്തിൽ നിൽക്കുക, ഇനി ഏത് സമയം വേണമെങ്കിലും ഞാൻ പോകും, നമ്മളില്ലേ എന്ന് പറഞ്ഞ് മോശ നിൽക്കുക. ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കുക. മോശേ, നിൻ്റെ അറിവല്ല, മോശേ നീ മനസ്സിലാക്കിയതല്ല, ഞാൻ സർവശക്തനായ ദൈവം, ഞാനാകുന്നവൻ ഞാനാകുന്നു. നീ ഇന്ന് വരെ മനസ്സിലാക്കിയതിനപ്പുറമായിട്ട്, നീ ഇന്ന് വരെ അറിഞ്ഞതിനപ്പുറമായിട്ട്. പ്രിയരെ, മോശ ചോദിക്കുമ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ ദൈവത്തിൻ്റെ പേര് പറയാമായിരുന്നു. ദൈവം പറഞ്ഞത്, ഞാനാകുന്നവൻ ഞാനാകുന്നു. നീ ഇതുവരെ അറിഞ്ഞ ദൈവമല്ല, നീ ഇതുവരെ അനുഭവിച്ച ദൈവമല്ല, നീ ഇതുവരെ കണ്ട ദൈവമല്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ നഷ്ടത്തെ തിരികെ തരുന്ന, ആ നല്ലതിനെ തിരികെ തരുന്ന ആ ദൈവം നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള ദൈവമല്ല. ഇതുവരെ അറിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തെ നിങ്ങൾ അറിയുവാനും അനുഭവിക്കുവാനും പോവുക. അவ்விധത്തിലുള്ള ഒരു ദൈവപ്രവൃത്തി. അതേ കുഞ്ഞുമക്കളെ, നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതോ പ്രസംഗങ്ങളിൽ കേട്ടിട്ടുള്ളതോ ആയ ദൈവമല്ല. അതിനപ്പുറമായി മോശ അന്നുവരെ കേട്ടിട്ടില്ലാത്ത, മോശയുടെ അറിവിനപ്പുറമായൊരു കാര്യം മോശയുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു ദൈവം. എവിടെ തീരും എന്ന് മോശ കരുതിയോ അവിടെ നിന്ന് പിന്നെയും ശ്രേഷ്ഠകരമായൊരു 40 സംവത്സരത്തെ നൽകി മാനിച്ചൊരു ദൈവം. എത്ര പേർ ഒപ്പം ചേർന്ന് രാമൻ പറയും? സ്തോത്രം. നഷ്ടപ്പെട്ടു പോയില്ലെന്നേ.
ശുശ്രൂഷക നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നീ ഇനിയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. സഹോദരി, തീർന്നിട്ടില്ല. നീ ഇനിയും സന്തോഷത്തോടെ നിൻ്റെ ഭർത്താവിനൊപ്പം കുടുംബജീവിതം നയിക്കും. സഹോദര, നീ നിൻ്റെ ഭാര്യയ്ക്കൊപ്പം സന്തോഷത്തോടെ, മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾക്കൊപ്പം ഇനിയും, അതേ ഇനിയും, ഇനിയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. നീ വെന്തു പോയിട്ടില്ല, നീ തകർന്നു പോയിട്ടില്ല, നീ നശിച്ചു പോയിട്ടില്ല. എൻ്റെ ദൈവം ഇനിയും നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയം, അതെ, മോശയുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയം, വേദപുസ്തകത്തിലെ സിംഹഭാഗവും അപഹരിക്കപ്പെട്ട ചരിത്രം തുടങ്ങുന്നത് മോശ അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് നിന്ന്. ആമേൻ, സ്തോത്രം. നിങ്ങൾ അവസാനിച്ചു, തീർന്നു എന്ന് പറയുന്നിടത്ത് നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു, ഇനി നല്ലതില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് വേദനപ്പെട്ടായിരിക്കുന്നിടത്ത് നിന്ന് പുതിയൊരു സീസണെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ആരംഭിക്കുമാറാകും. ആമേൻ. ഞങ്ങൾ ശുശ്രൂഷയുടെ പ്രാരംഭഘട്ടത്തിൽ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചൊരു സഹോദരിയുണ്ട്. അന്ന് 37 വയസ്സുള്ള ഒരു സഹോദരി, വിവാഹം കഴിക്കുവാൻ ഒത്തിരി ലേറ്റായിപ്പോയി. വലിയൊരു കുടുംബത്തിലെ അംഗമാണ്. ഒത്തിരി സഹോദരങ്ങൾ, ബന്ധുക്കൾ, കസിൻ സിസ്റ്റേഴ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് പേരുള്ള ഒരു വലിയ ഫാമിലിയിലെ ഒരു സഹോദരി. അവളുടെ കുടുംബത്തിനകത്ത് 20 വയസ്സിൽ വിവാഹം കഴിഞ്ഞവരുണ്ട്, 21, 25 ഇങ്ങനെ വിവാഹം കഴിഞ്ഞ ഒരുപാട് പേർ തൻ്റെ ഫാമിലിയിൽ തന്നെയുണ്ട്. ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ സഹോദരി വല്ലാതെ ഭാരപ്പെടുന്നു. അതുമാത്രമല്ല, ആ സഹോദരിയുടെ കുടുംബത്തിൽ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞില്ല. കഴിഞ്ഞ മറ്റുള്ളവരുടെ വിവാഹ ജീവിതം വലിയ ദുരിതമാണ്, ദുരിത ജീവിതം. വഴക്കും അടിയും വാരിക്കെട്ടി അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക്, ഡിവോഴ്സിൻ്റെ വക്കിൽ, ഡിവോഴ്സായ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഫാമിലി. ആ ഫാമിലിക്കകത്താണ് ഈ സഹോദരി. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുക, അവൾ കെട്ടാതിരുന്നത് നന്നായി, അങ്ങനെയൊന്നും പറയല്ലേ. ആ സഹോദരിയുടെ ഏറ്റവും വലിയ സങ്കടം ഇതാണ്. എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ ഇവരെല്ലാം കൂടുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും കുറ്റം പറയുന്നതും കളിയാക്കുന്നതും ദേഷ്യപ്പെടുന്നതും ഇവളോടായിരിക്കും. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ അടുത്തുള്ളവർ, അവർക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൻ്റെ പ്രഷർ തീർക്കാൻ വേണ്ടി ഒരു വാൾവായിട്ട് നമ്മളെ കാണും. നമ്മളെ തുറന്നുവിട്ട് പ്രശ്നം തീർക്കും, അല്ലേ? ഭർത്താവിന് ദേഷ്യം വന്ന ഭാര്യയുടെ അടുത്ത് തീർക്കും, ഭാര്യയ്ക്ക് ദേഷ്യം വന്ന മക്കളെടുത്ത് തീർക്കും, മക്കൾക്ക് ദേഷ്യം വന്ന അവർ പണി തരും, പഠിക്കില്ല, മിണ്ടാതെ കിടന്നുറങ്ങും. അതുകൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നോക്കിയേ, ഇങ്ങനെ കളിയാക്കലും പരിഹാസവും സങ്കടമാണ്. അപ്പോൾ 37 വയസ്സായപ്പോഴാണ് പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്നത്. 6 വർഷമായി. വിളിച്ചിട്ട് ഒത്തിരി സങ്കടങ്ങൾ പറയും. ദേവദാസനെ, എങ്ങനെയെങ്കിലും ഒരു വിവാഹം നടന്നാൽ മതി. ഇവളുടെ വാലിരിപ്പ് കേട്ട് മടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു. ആ വർഷം തന്നെ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നൽകി. ഈ കഴിഞ്ഞ ദിവസവും സഹോദരി വിളിച്ച് സംസാരിക്കട്ടെ. ആ സമയത്ത് ആ സഹോദരി പറഞ്ഞൊരു കാര്യം, ദേവദാസ, ഏകദേശം 7 വർഷമാകുന്നു. ഞാൻ പെട്ടെന്ന് ചോദിച്ചത്, സഹോദരി സന്തോഷമായിരിക്കുന്നല്ലോ? സഹോദരി ഒന്നുമില്ല ദേവദാസനെ, സന്തോഷമായിട്ട് അനുഗ്രഹമായിട്ടിരിക്കുന്നു. ആ സഹോദരി പറഞ്ഞ ഇങ്ങനെയാണ്, എൻ്റെ കുടുംബത്തിൽ ഞാൻ അറിയുന്നവരിൽ 20 വയസ്സിൽ കല്യാണം കഴിഞ്ഞവരുണ്ട്, 21 വയസ്സിൽ കല്യാണം കഴിഞ്ഞവരുണ്ട്. അവർക്കൊന്നും ലഭിക്കാത്ത, അല്ലെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ ഈ ഭൂമിയിൽ ജീവിച്ചാലും അവർക്കൊന്നും ലഭിക്കുവാൻ ഇടയില്ലാത്ത അത്ര സന്തോഷം താമസിച്ച് കിട്ടിയ എൻ്റെ ഈ കുടുംബജീവിതത്തിലൂടെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ കുടുംബത്തിലെ ഞാൻ അറിയുന്നവരുടെ ഇടയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം എൻ്റേതാ ദേവദാസനെ. എനിക്കിപ്പോൾ അറിയാം, ഞാനിപ്പോൾ കാത്തിരിക്കേണ്ടി വന്നത് ഏറ്റവും നല്ലത് എൻ്റെ യേശുപ്പനിലൂടെ എനിക്ക് പ്രാപിച്ചെടുക്കുവാനാണ്. ഞാൻ ഒത്തിരി കർത്താവിനെ സ്തുതിച്ചു. പ്രിയരെ, നിങ്ങളുടെ കാത്തിരിപ്പ് വെറുതെ അല്ല. കാത്തിരുന്ന് നിങ്ങൾ പ്രാപിക്കുന്നത് നിങ്ങളുടെ ലൈഫ് മാറ്റുന്നതായിരിക്കും. ആ സഹോദരിയെ പോലെ ഒത്തിരി വേദനകളുണ്ട്, കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും കേട്ട് നഷ്ടബോധത്തോടെ ആയിരിക്കുന്നുവോ? ശ്രേഷ്ഠകരമായത്, അതെ, മോശയുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ 40 വർഷങ്ങളെ നൽകിയ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും ശ്രേഷ്ഠകരമായ പുതിയൊരു സീസൺ, പുതിയൊരു കാലഘട്ടം. ഓ സ്തോത്രം, ആമേൻ, സ്തോത്രം. നോക്കിയേ, 40 വർഷം. മോശ പറയും ആ 40 വർഷം നല്ലതായിരുന്നു, നമ്മൾ പറയും അതായിരുന്നു നല്ല 40 വർഷം. ഒരാളിനെ വിടിവിക്കുവാൻ കഴിയാത്ത 40 വർഷം. പകരം ദൈവം നൽകിയതോ 30 ലക്ഷം പേരെ വിടിവിക്കുവാൻ കഴിയുന്ന 40 വർഷം. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ഒരുത്തനെ രക്ഷിക്കുവാൻ കഴിയാത്ത 40 വർഷത്തിന് പകരം 30 ലക്ഷത്തിനെ രക്ഷിക്കുവാൻ കഴിയുന്ന 40 വർഷം. നിന്റെ സ്വപ്നത്തിൽ നിനക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ നഷ്ടങ്ങളെ നികത്തുന്ന, നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ തരുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ആയിരിക്കുന്നു. തെളിവ് ഒരിക്കൽ കൂടി പറയട്ടെ,
നീ വെന്തു പോയിട്ടില്ല, നീ പട്ടുപോയിട്ടില്ല, നീ നശിച്ചു പോയിട്ടില്ല. ദൈവം തിരികെ തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. പ്രാർത്ഥനയോടെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്ക്. നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിച്ചു ശക്തിപ്പെടുവാനും നഷ്ടപ്പെട്ടതിനെ പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടേത് മാത്രമായ, അതെ, നിങ്ങൾക്ക് വേണ്ടി മാത്രമായൊരു ഉപവാസം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, ഉപവസിക്കും. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഒത്തിരി പേരിലേക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എത്തിക്കുക. എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലൈവായി നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. എല്ലാ ഞായറാഴ്ചയും 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾ നഷ്ടപ്പെട്ടവരായി എന്നെ കേൾക്കുന്നുവെങ്കിൽ ജോയിൻ ചെയ്യുക. നഷ്ടത്തെ നികത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ നൽകും. 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധന. വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിളയിൽ താന്നിമൂട് MS പ്ലാസയുടെ താഴെ നമ്മുടെ പുതിയ പ്രവർത്തനം. ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് പഴയ സുമംഗലി ഓഡിറ്റോറിയത്തിന് മുൻപിൽ. കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. നിങ്ങളുടെ പരിചയക്കാരോടും പറയുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ലൈവിൻ്റെ ലിങ്കുകൾ തത്സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, നഷ്ടബോധത്തോടെ അപ്പോൾ പലതും നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഓർത്ത് വേദനപ്പെട്ടായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അപ്പൻ ആ നഷ്ടത്തെ നികത്തുന്ന ഉറപ്പ് കൊടുത്ത കൃപയ്ക്കായി, തെളിവ് നൽകിയ കൃപയ്ക്കായി, സാക്ഷ്യത്തിലൂടെ ഇവരെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. തുടർന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയതെല്ലാം ഒന്നുപോലും കുറയാതെ ഏറ്റവും ശ്രേഷ്ഠകരമായി ഇവർക്കങ്ങ് തിരികെ നൽകിയാട്ടെ. ഇവരിലെ രോഗികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ നഷ്ടപ്പെട്ടവരായി തീരാതിരിക്കുവാൻ, നിന്ദിതരായി തീരാതിരിക്കുവാൻ ഇവരെ അങ്ങ് സൗഖ്യമാക്കണമേ. യേശുവേ, അങ്ങയുടെ ഉറപ്പ് ഇന്ന് ഇവരുടെ ജീവിതത്തിൽ സൗഖ്യമായി വെളിപ്പെടട്ടെ. എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. രോഗകാരണമായ അവസ്ഥകൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. പകർച്ചവ്യാധികളാൽ ഭാരപ്പെടുന്നവർ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. രോഗാത്മാക്കൾ വിട്ടുപോകട്ടെ. യെസ്, താങ്ക് യു ലോർഡ്. യേശുവേ, ഇവരോടങ്ങ് കൂടിയിരിക്കണമേ. ഡിപ്രഷനുകൾ മാറട്ടെ. ഉറക്കമില്ലായ്മകൾ മാറട്ടെ. കേൾവി സംബന്ധമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ. എല്ലാ ബലഹീനതകളും മാറിപ്പോകട്ടെ. ശരീരത്തെ തളർത്തിക്കളയുന്ന അവസ്ഥകൾ മാറട്ടെ. ജോലിയില്ലാത്തവർക്ക് യേശുവേ നല്ല ജോലികൾ നൽകണമേ. ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. പുതിയ ജോലികൾ, കാത്തിരിപ്പുകൾ കരുതി ഉണ്ടാകട്ടെ. പല രാജ്യങ്ങളിലും കടന്നുപോയി ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവ്, ഇന്നൊരു അത്ഭുതം അങ്ങ് പ്രവർത്തിക്കണം. IELTS, OET മത്സര പരീക്ഷകൾ എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, അപ്പോൾ ഇവർക്ക് മുൻപിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കട്ടെ. ഇവർ ആഗ്രഹിക്കുന്ന വിശാലതയും വർധനവും ഇവർ പ്രാപിക്കട്ടെ. ഇവർ നന്മ പ്രാപിക്കട്ടെ. യെസ്, ഇവർ നന്മ പ്രാപിക്കട്ടെ. എല്ലാ തിന്മയും, എല്ലാ ബാധ്യതകളും വരുന്ന മാറിപ്പോകട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ റദ്ദ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. എക്സാമുകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. മക്കളെ പഠിപ്പിക്കുവാനുള്ള നന്മ ഇവരുടെ കരങ്ങളിൽ ലഭിക്കട്ടെ. ഇവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കട്ടെ. കോടതികൾ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. യേശുവേ, ഇവരുടെ കുടുംബജീവിതങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്, മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് മാറിപ്പോകട്ടെ. ദുർനടപ്പുകൾ മാറിപ്പോകട്ടെ. സ്വന്തം ഭവനങ്ങൾ പണിയട്ടെ. പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. മനോഹരമായ ഭവനങ്ങൾ ഇവർക്ക് നൽകണമേ. അപ്പോൾ ഇവർ വസ്തുക്കളെ വാങ്ങട്ടെ കർത്താവ്. വാഹനങ്ങൾ വാങ്ങട്ടെ. ഇവർ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ കർത്താവ്. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് വരട്ടെ. വിദേശ ജോലികളുടെ പേര് പറഞ്ഞ് നന്മകളെ പറ്റിച്ചെടുത്തവർ തിരികെ നൽകുന്ന ഒരു ദൈവപ്രവൃത്തി, പ്രതിക്രിയ സ്വർഗമങ്ങ് ചെയ്യണമേ. അപ്പോൾ അതിനുവേണ്ടി അലയുന്നവരുടെ കരങ്ങളിൽ അത് എത്തട്ടെ. ദേശത്തിലെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശങ്ങളിലെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യാത്രയ്ക്കായി ഒരുങ്ങിയായിരിക്കുന്നവർ സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിച്ചാട്ടെ. യേശുവേ, അങ്ങയുടെ നാമമഹത്വത്തിനായി സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നഷ്ടങ്ങളെ ഏറ്റവും ശ്രേഷ്ഠകരമായ നിലയിൽ ഇന്ന് ഇവർ തിരികെ പ്രാപിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിൽ അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.